അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വേറ്റേഴ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ആക്ച്വേറ്റേഴ്സ് വരെ പറഞ്ഞു. ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? കംപ്രഷറിൻ്റെ പ്രഷർ എനർജിയെ കൺവേർട്ട് ചെയ്തുകൊണ്ട് മെക്കാനിക്കൽ എനർജി ആക്കുന്ന എക്യുപ്മെൻറ്റുകളെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രഷർ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റുകളെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ആക്ച്വേറ്ററായി ഉപയോഗിക്കുന്ന ഒരു മെയിൻ സാധനമാണ് സിലിണ്ടർ. അത് സിംഗിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ ആക്ടിംഗ് ഉണ്ട്. സിലിണ്ടർ നമ്മൾ എൻജിൻ സിലിണ്ടർ പോലെ തന്നെ. അതിലാദ്യം സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്താണ് നമ്മൾ പറയുന്നത്? സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ പടം പ്രധാനമാണ്. പടം കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഇറ്റ് ഈസ് ആൻ ആക്ച്വേറ്റർ വിച്ച് മൂവ്സ് ലോഡ് എലോങ് ദ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ നേർരേഖയിൽ ലോഡ് മൂവ് ചെയ്യുന്നൊരു സാധനമാണ് ആക്ച്വേറ്റർ. ഇറ്റ് ക്യാൻ അപ്ലൈ ന്യൂമാറ്റിക് ഫോഴ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദെയർഫോർ കാൾഡ് സിംഗിൾ ആക്ടിങ്. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ന്യൂമാറ്റിക് ഫോഴ്സിനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ സിംഗിൾ ആക്ടിങ് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇതിനെ നമ്മൾ എന്തോ പറയും? ഡബിൾ ആക്ടിങ് എന്ന് പറയും. അത് നമ്മൾ പഠിക്കും. ഇപ്പോൾ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആക്ച്വേറ്റേഴ്സിൽ ഒന്നാമത്തതാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഇവിടെ അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. സിലിണ്ടർ, പിസ്റ്റൺ റോഡ്, പിസ്റ്റൺ, സീല്, സ്പ്രിങ്, ഇൻലെറ്റ് പോർട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പാർട്സുകൾ. ഇനി എന്താണ് വർക്കിംഗ് പറയുന്നത്? ഇനിഷ്യലി പിസ്റ്റൺ റിമെയിൻസ് അറ്റ് ദ ഇന്നർ മോസ്റ്റ് പൊസിഷൻ ഇൻ ദ സിലിണ്ടർ ഡ്യൂ ടു സ്പ്രിങ് ഫോഴ്സ്. നിങ്ങളവിടെ 5 എന്ന് കാണിച്ചേക്കുന്ന സ്പ്രിങ് കണ്ടല്ലോ. ഈ സ്പ്രിങ് ഫോഴ്സ് മുഖാന്തരം പിസ്റ്റൺ എന്ത് ചെയ്യും? ഈ നമ്മളിപ്പം കാണുന്നതിൻ്റെ ഇടത്തെ അറ്റത്തോട്ട് നീങ്ങിയിരിക്കും എപ്പോഴും. എന്നാൽ നമ്മൾ വെൻ കംപ്രസ്ഡ് എയർ ഈസ് സപ്ലൈഡ് ത്രൂ ഇൻലെറ്റ് പോർട്ട്, അതായത് ആ 6 എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗം ഇൻലെറ്റ് പോർട്ട്, ആ ഇൻലെറ്റ് പോർട്ടിലൂടെ നമ്മൾ കംപ്രസർ എയറിനെ സപ്ലൈ ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനേക്കാളും കൂടിയ ഫോഴ്സ് ഈ ഇടത്ത് സൈഡിൽ അച്ചീവ് ചെയ്യും. വലത്ത് സൈഡിലാണ് സ്പ്രിങ് ഇരിക്കുന്നത്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മുഖാന്തരം പിസ്റ്റൺ എപ്പോഴും ഇടത്തെ സൈഡിലോട്ട് നീങ്ങിയായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ 6 എന്ന് കാണിച്ചിരിക്കുന്ന പോർട്ടിലോട്ട് നമ്മൾ കംപ്രസർ എയർ സപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രഷർ മുഖാന്തരം പിസ്റ്റൺ എന്ത് ചെയ്യും? നമ്മളുടെ വലത്തോട്ട് നീങ്ങും. ആരോമാർ കാണിച്ചേക്കുന്നുണ്ടോ? അങ്ങനെ പിസ്റ്റൺ റോഡ് സിലിണ്ടറിന് വെളിയിലേക്ക് നീങ്ങും. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഒരു ചലനം നടക്കുന്നത്. അപ്പോൾ ഒരു പ്രഷർ എനർജി കൊണ്ട് ഒരു ചലനമാക്കി മാറ്റുന്നു ഈ പ്രഷർ എനർജിയെ. അതാണ് മെക്കാനിക്കൽ എനർജി. ഒരു ചലനമാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസ്ഡ് എയറിൽ നിന്ന് വരുന്ന ആ പ്രഷർ കൊണ്ട് നമ്മളവിടെ ഒരു മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പറഞ്ഞ് മനസ്സിലാവുന്നോ? അപ്പോൾ ഒരു സ്ലോട്ടിലൂടെ പ്രഷർ എനർജി പിസ്റ്റണിനകത്തോട്ട് വരുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ടെൻഷനേക്കാൾ ഉയർന്ന പ്രഷറാവും ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പിസ്റ്റൺ അങ്ങോട്ട് തള്ളും. അപ്പോൾ ആ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ്റ്റൺ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ സപ്ലൈ അങ്ങ് ഒഴിവാക്കും. സപ്ലൈ കട്ട് ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മൂലം വീണ്ടും പിസ്റ്റൺ നീങ്ങി ഇങ്ങോട്ട് വരും, ഇടത്ത് സൈഡിലോട്ട് വരും. പറഞ്ഞ് മനസ്സിലാവുന്നോ? അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷൻ എപ്പോഴും എന്ത് ചെയ്യുക? പിസ്റ്റണെ ഇടത്ത് സൈഡിലേക്ക് നിർത്തുക എന്നുള്ളതാണ് സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷൻ. അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക്, നമ്മൾ ഈ പ്രഷർ ചെയ്ത് പിസ്റ്റണെ വലത്തോട്ട് തള്ളുന്നതിനെ നമ്മൾ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയും. തിരിച്ച് സ്പ്രിങ് പിസ്റ്റണെ തിരിച്ച് തള്ളുന്നതിനെ റിട്ടേൺ സ്ട്രോക്ക് അഥവാ ബാക്ക്വേഡ് എന്നൊക്കെ നമ്മൾ പറയും. റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ബാക്ക്വേഡ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് നീങ്ങുന്നു, ബാക്ക്വേഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് വരുന്നത്. അപ്പോൾ ബാക്ക്വേഡ് മൂവ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ള, അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിനെ സഹായിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞുതരാം. സിംഗിൾ ആക്ടിങ് സിലിണ്ടർ വർക്ക് ചെയ്യുന്നത് ഇതാണ്. ഒരു സിലിണ്ടറിൻ്റെ മെയിൻ പാർട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ റോഡ് സിലിണ്ടറിന് വെളിയിലേട്ട് നീങ്ങി ഇരിപ്പുണ്ടും താനും. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മുഖാന്തരം പിസ്റ്റൺ എപ്പോഴും ഇടത്ത് സൈഡിലോട്ട് നീങ്ങിയിരിക്കും. അപ്പോൾ ഒരു പോർട്ടിനകത്തൂടെ, നമ്മളൊരു വാൽവ് അല്ലെങ്കിൽ ഒരു പോർട്ടിനകത്തൂടെ നമ്മൾ ഹൈ പ്രഷർ എയറിനെ കടത്തി വിടുമ്പോൾ ആ പ്രഷർ മുഖാന്തരം പിസ്റ്റൺ വലത്തോട്ട് നീങ്ങും. അവിടെയാണ് എന്ത് നടക്കുന്നത്?
എനർജി കൺവേർഷൻ നടക്കുന്നത്. പ്രഷർ എനർജിയെ ഒരു മെക്കാനിക്കൽ വർക്കായിട്ട് അല്ലെ മെക്കാനിക്കൽ എനർജിയായി എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പിസ്റ്റണിൻ്റെ ആ മൂവ്മെൻ്റാണ് അവിടുത്തെ മെക്കാനിക്കൽ എനർജി. പിസ്റ്റൺ റോഡ് വെളിയിലോട്ട് നീങ്ങുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, ആ എനർജിയെ ഉപയോഗിക്കാം. അപ്പോൾ ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് അങ്ങോട്ട് നീങ്ങുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. തിരിച്ച് സ്പ്രിങ് മുഖാന്തരം ഫിഗർ 3 കാണിക്കുന്ന എന്തുവാ, ഇതിനെ ബാക്കിലോട്ട് തള്ളുന്നു. അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കാണ് മുമ്പിലോട്ട് നീങ്ങുന്നത്, റിട്ടേൺ സ്ട്രോക്കാണ് ബാക്കിലോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ 3/2 കൺട്രോൾ വാൽവ് എന്ന് പറയും. ഡയറക്ഷൻ കൺട്രോൾ വാൽവ് 3/2 കൺട്രോൾ വാൽവ് എന്നാണ് നമ്മൾ പറയുന്നത്. 3/2 എന്ന് പറഞ്ഞാൽ 3 പോർട്ട് 2 പൊസിഷൻ കൺട്രോൾ വാൽവ്. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ ആ എയർ സപ്ലൈയും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ടൊരു വാൽവ് മെക്കാനിസം ഉണ്ട്. ആ വാൽവ് വഴിയാണ് നമ്മൾ അതിൻ്റെ കൺട്രോളിങ് നടത്തുന്നത് സിലിണ്ടറിൻ്റെ. അപ്പോൾ അതിനായിട്ട് ഒരു എയറിനെ കടത്തിവിടുന്ന അല്ലെങ്കിൽ എയറിനെ കൺട്രോൾ ചെയ്യുന്നൊരു വാൽവ്. അപ്പോൾ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആയതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന വാൽവ് എന്ന് പറയുന്നത് 3/2 കൺട്രോൾ വാൽവാണ്. ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് 3 പോർട്ട് 2 പൊസിഷൻ വാൽവ്, അതിനെയാണ് നമ്മൾ 3/2 എന്ന് പറയുന്നത്. ഇനി 5 പോർട്ട് 2 പൊസിഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ 5/2 വാൽവ് എന്ന് പറയും. അപ്പോൾ 3 പോർട്ട് 2 പൊസിഷൻ വാൽവ്, ആ വാൽവിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ വാൽവ്. ഇതിൻ്റെ ഡയഗ്രമാണ് ഫിഗർ 4 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു 3/2 കൺട്രോൾ വാൽവാണ്. 3 എന്ന് പറഞ്ഞാൽ 3 പോർട്ടുകളുണ്ടെന്ന് അർത്ഥം. ഇവിടുത്തെ 3 പോർട്ടുകളാണ് A, P, R. ഇത് 3 പോർട്ടുകളാണ്. പറഞ്ഞ് മനസ്സിലായോ? ഇനി ഇതിനകത്ത് A, P, R എന്നാണ് 3 പോർട്ടുകൾ. ഇനി ഇതിനകത്ത് 2 പൊസിഷനുകളിൽ വരാം. അതാണ് 2 പൊസിഷൻ എന്ന് പറയുന്നത്. 3 പോർട്ട് 2 പൊസിഷൻ. അതായത് ഇപ്പോൾ ഒരു പൊസിഷൻ, കാരണം എയിൽ നിന്ന് ആറിലേക്ക് ഡയറക്റ്റ് വേ ആണ്. എയിൽ നിന്ന് ആറിലേക്ക് ഡയറക്റ്റ് വേ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആ എ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ ഇൻലെറ്റ് പോർട്ട്, അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് അല്ല, ഔട്ട്ലെറ്റ് പോർട്ടാണ് എ. ഈ ആരോമാർ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആ സിലിണ്ടറിനകത്ത് എയർ ഈ എ എന്ന് പറയുന്ന പോർഷനിലൂടെ, ഈ ആർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുന്ന പോർഷനാണ്, അതിലോട്ട് അങ്ങ് പൊക്കോളും. അവിടെ യാതൊരുവിധ പ്രഷറും നമ്മൾ കടത്തി വിട്ടിട്ടില്ല. ഐഡിയൽ കണ്ടീഷനായി കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ 3 എന്ന് പറയുന്നത് പുഷ് ബട്ടൺ മെക്കാനിസമാണ്. നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു പൊസിഷൻ, എയും ആറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്ട് ഇവിടെ കാണിക്കാം. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്ട് ഇവിടെ അവരങ്ങനെ കാണിച്ചിട്ടില്ല, പക്ഷേ നോക്കിക്കോളുക. ഈ എയും ഈ ആറ്, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ആറും തമ്മിലുള്ള പാത്തങ്ങ് അടയും. ഈ പുഷ് ബട്ടനെ നമ്മൾ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഈ പോർട്ട് അങ്ങ് അടഞ്ഞിട്ട് ഇവിടെ പി എന്ന് പറയുന്ന പോർട്ട് ഓൺ ആവും. പി എന്ന് പറയുന്ന പോർട്ടാണ് ഇൻലെറ്റ് പോർട്ട്. പി എന്ന് പറയുന്നത് ഇൻലെറ്റ് പോർട്ട്, എ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് പോർട്ട്, ആർ എന്ന് പറയുന്നത് എക്സോസ്റ്റ് പോർട്ടുമാണ്. മനസ്സിലാക്കണേ. അപ്പോൾ 3 പോർട്ട്. ആദ്യം കാണിച്ചിരിക്കുന്ന ഇത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ആദ്യം കാണിച്ചിരിക്കുന്ന ഇത് സിംഗിൾ പൊസിഷൻ, ആദ്യത്തെ പൊസിഷൻ, എയും എക്സോസ്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്ട് എയും പിയും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. മനസ്സിലാവുന്നോ? അപ്പോൾ ഇതാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ 2 വർക്കിംഗ് പൊസിഷനുകൾ. സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ അല്ല, 3/2 കൺട്രോൾ വാൽവിൻ്റെ ഫങ്ഷൻ. ഇനി ഇവിടെ പി എന്ന് പറയുന്ന പോർഷനിലേക്കാണ് നമ്മളുടെ സിലിണ്ടറിൽ നിന്നുള്ള ഹൈ പ്രഷർ എയർ വരുന്നത്. ഈ ഹൈ പ്രഷർ എയറിനെ വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിൽ കടത്തിവിടത്തില്ല, അതവിടെ വെച്ചിരിക്കുന്നു, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പി എന്ന വാൽവ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നാൽ എയും ആറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. കാരണം ആ സിലിണ്ടറിലുണ്ടായിരുന്ന വർക്കിങ്ങിന് ശേഷം സിലിണ്ടറിലുണ്ടാകുന്ന എയർ എ എന്നുള്ള പാത്തിലൂടെ ആറിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. തിരിച്ച് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ സപ്ലൈ എയർ നമ്മൾ ഈ പുഷ് ബട്ടൺ സപ്ലൈ ചെയ്യും, പ്രഷറൈസ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് ടെൻഷനെ നമ്മൾ അമർത്തിയിട്ട് ഈ എയും ആറെന്ന് പറയുന്ന ആ കോണ്ടാക്റ്റ് അവിടെ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്തിട്ട് ഈ പി എന്ന് പറയുന്ന വാൽവിലെ പ്രഷർ പിസ്റ്റണെ ബാക്കിലോട്ട് അങ്ങ് തള്ളും. പിസ്റ്റണെ ബാക്കിലോട്ട് തള്ളുമ്പോൾ
ഈ പിന്ന് എയിലേക്ക് വാൽവിലൂടെ എയർ സഞ്ചാരം ഉണ്ടാവും. എയർ സഞ്ചാരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നതാണ് എന്തുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്? നമ്മളുടെ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഇൻലെറ്റ് പോർട്ടുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് വരുന്നതാണ് സിലിണ്ടറിനുള്ളിലോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പോൾ ഈ പി എന്നുള്ള വാൽവ് ചെറുതായിട്ട് ഓപ്പൺ ആവും, അപ്പോഴത്തേക്ക് ആർ എന്ന് പറയുന്ന വാൽവ് അടഞ്ഞു തുടങ്ങും. അത് പിയിൽ നിന്ന് വരുന്ന പ്രഷർ മുഖാന്തരം ഈ പിസ്റ്റൺ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് ഇടത്തോട്ട് നീങ്ങുമ്പോൾ ആർ എന്നുള്ള പറയുന്ന വാൽവ് അടഞ്ഞിട്ട് ഈ പിയിൽ നിന്ന് എയിലേക്ക് ഹൈ പ്രഷർ എയർ ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ സിലിണ്ടർ വർക്കിങ്ങുകൾ നടക്കും, കണ്ടിന്യൂസ് ആയിട്ട് സിലിണ്ടർ വർക്കിംഗ് നടക്കും. ഇനി നമ്മൾ ഷട്ട് ഓഫ് ചെയ്യുമ്പോൾ ഷട്ട് ഓഫ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ പ്രഷർ സപ്ലൈ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്പ്രിങ് ടെൻഷൻ കൂടി പ്രഷർ കുറയും. നമ്മൾ ഫ്ലോ ചെയ്ത് കൊടുക്കുന്ന പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പ്രിങ് പിസ്റ്റണെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ടെന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ സ്പൂൾ എന്നാണ് പറയുന്നത്. വാൽവിനകത്ത് സ്പൂൾ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സിലിണ്ടറിലെ പിസ്റ്റണിൻ്റെ അതേ പരിപാടി തന്നെയാണ് വാൽവിലെ സ്പൂളും ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാൽവിനകത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അതാണ് സ്പൂള് എന്ന് പറയുന്നത്. നമ്മൾ പാർട്സുകളൊക്കെ മുകളിലുണ്ട്, സ്പൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പൂള് സ്പ്രിങ് എന്ത് ചെയ്യും? ബാക്കിലോട്ട് തള്ളും. അപ്പോൾ അവിടെ ഈ വാൽവ് ഷട്ട് ഡൗൺ ആവുന്നു. അതാണ് ഇതിൻ്റെ രണ്ട് പരിപാടികൾ. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് 3/2 വാൽവ് ഉപയോഗിക്കുന്നു. സിംഗിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം എയറിൻ്റെ സപ്ലൈ, എയറിൻ്റെ ഫോഴ്സ് ഒരു എനർജി, മെക്കാനിക്കൽ എനർജി ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ പ്രഷറിൻ്റെ ആക്ഷൻ വരുന്നുള്ളൂ. അതാണ് സിംഗിൾ ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് 3/2 കൺട്രോൾ വാൽവ്. അതിൻ്റെ വർക്കിങ്ങും നമ്മൾ പറഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം, ന്യൂമാറ്റിക് ഡയഗ്രാം. ന്യൂമാറ്റിക് ഡയഗ്രവും സിമ്പലും വളരെ പ്രധാനമാണ്. സിമ്പൽസാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും. സിമ്പൽ തന്നിട്ട് ഇത് ഏതിൻ്റെ സിമ്പലാണെന്നാണ്. ഒരുപാട് സിമ്പിൾസ് നമുക്ക് താഴോട്ട് പഠിക്കാനുണ്ട്. ആ സിമ്പലുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇത് അറിയാം, വർക്കിംഗ് എന്താണെന്ന് അറിയാം. ഇതാണ് ഒരു ന്യൂമാറ്റിക് ഡയഗ്രാം, കണക്ഷൻ്റെ ന്യൂമാറ്റിക് ഡയഗ്രാം. ഈ കാണിച്ചിരിക്കുന്നതാണ് 3/2 കൺട്രോൾ വാൽവ്. ഈ മുകളിൽ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഡയഗ്രാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു സിംഗിൾ ആക്ടിങ് പറഞ്ഞു കഴിഞ്ഞു. ഇനി താഴെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ മറ്റു വർക്കിങ്ങുകളാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡബിൾ ആക്ടിങ് സിലിണ്ടറാണ്. ഡബിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പിസ്റ്റണിൻ്റെ രണ്ട് എൻഡിലും എയറിൻ്റെ വർക്കിംഗ് ആണ്, എയർ വെച്ചിട്ടുള്ള ഫോഴ്സ് ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. അതാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞു സിംഗിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് പ്രഷറിൻ്റെ പ്രക്രിയകൾ നടക്കുന്നത്, ഹൈ പ്രഷർ എയറിൻ്റെ പ്രക്രിയകൾ നടക്കുന്നത്. എന്നാൽ രണ്ട് സൈഡിലോട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ആക്ടിങ് എന്ന് പറയും. ഇതൊരു ഡബിൾ ആക്ടിങ് സിലിണ്ടറാണ്. ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതാണ്ട് ഇവിടെ രണ്ട് ഇൻപുട്ടുകളുണ്ട്, താഴെ രണ്ട് ഇൻപുട്ടുകളുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെയും അകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം. ഇനി ഇവിടെ പിസ്റ്റൺ സീൽ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. പിസ്റ്റൺ സീൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ എയറിനെ മറ്റൊരു ഭാഗത്തേക്ക് കടത്തി വിടാതിരിക്കാൻ സീൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഗ്യാപ്പുകൾ അടച്ചു വെക്കുന്ന ഒരു സാധനമാണ് സീല്. അതായത് ഒരു ഭാഗത്ത് കൊടുക്കുന്ന എയർ മറ്റേ ഭാഗത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക, അതിൻ്റെ പ്രധാന ഭാഗങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിസ്റ്റൺ റോഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം ഇടത്ത് വശത്താണ് നമ്മൾ പറയുന്നത്. ഇടത്ത് വശത്തെ ഇൻപുട്ടിനകത്തൂടെ എയർ കയറ്റി വിടുന്നത് നോക്കുക. ആ എയർ കയറ്റി വിടുന്ന സമയത്ത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ എ എന്ന് പറയുന്ന പോർട്ടും ബി എന്ന് പറയുന്ന പോർട്ടും അവിടെ ഇൻപുട്ടുകളായിട്ടും ഔട്ട്പുട്ടുകളായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ എ എന്നുള്ള പോർട്ടിനകത്തൂടെ എന്ത് ചെയ്യുന്നു? പ്രഷറിനെ കയറ്റി വിടുമ്പോൾ നേരത്തെ വർക്കിംഗ് കഴിഞ്ഞ് ആ ബി എന്ന ഭാഗത്ത് കിടക്കുന്ന എയർ അങ്ങ് റിമൂവ് ആയി പോകും. ഈ എ എന്ന് പറയുന്ന പാർട്ടിനകത്ത് ഈ പിസ്റ്റണെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ വലത്തോട്ട് നീങ്ങിയിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു വർക്കിംഗ് നടക്കും. തിരിച്ച് നമ്മൾ സ്പ്രിങ് ഉപയോഗിച്ചല്ല പിസ്റ്റൺ റിട്ടേൺ ചെയ്യുന്നത്. ആ ബി എന്ന ഭാഗത്തോടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത എയറിനെ കടത്തി വിടുമ്പോൾ എ എന്നുള്ള ഭാഗത്തെ എയർ എക്സോസ്റ്റിനകത്തോടെ പുറത്തു പോരും. പക്ഷേ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? തിരിച്ച് നീങ്ങുന്നു. അതാണ് ഡബിൾ ആക്ടിങ്. പറഞ്ഞു മനസ്സിലായോ? എ എന്നുള്ള ഭാഗത്തൂടെ എയർ കയറി പിസ്റ്റണെ വലത്തോട്ട് നീക്കുന്നു. അതിനുശേഷം ബി എന്നുള്ള ഭാഗത്തു നിന്ന് എയർ കയറി പിസ്റ്റണെ ഇടത്തോട്ട് നീക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലേക്കും എയർ മുഖാന്തരം വർക്കിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ എന്ത് നമ്മൾ പറയുന്നത്? ഡബിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ. പക്ഷേ
കമ്പോണൻറ്റ് സിംഗിൾ ആക്ടിങ്ങിനേക്കാൾ ഇച്ചിരൂടെ വലുതായിരിക്കും, അതിനനുസരിച്ചുള്ള കോസ്റ്റുകളും കൂടുതലായിരിക്കും. അപ്പോൾ ഡബിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഒരേ സമയം 2 ഇൻലെറ്റ് പോർട്ടുകളെ കൺട്രോൾ ചെയ്യണം. സിംഗിൾ ആക്ടിങ്ങിന് ഒറ്റ ഇൻലെറ്റ് പോർട്ടേ ഉള്ളായിരുന്നു, ഡബിൾ ആക്ടിങ്ങിന് 2 ഇൻലെറ്റ് പോർട്ടുകളുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വാൽവാണ്. ആ വാൽവിൻ്റെ ഇതാണ്ട് ഇവിടെ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. മുകളിലോട്ട് കാണിച്ചിരിക്കുന്ന 2 ആരോ മാർക്കുകൾ കണ്ടോ, അതാണ് സിംഗിൾ ആക്ടിങ് ഡബിൾ ആക്ടിങ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതായത് 2 ഇൻലെറ്റുകൾ ഉണ്ടെന്നാണ് ഡബിൾ ആക്ടിങ് സൂചിപ്പിക്കുന്നത്. സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ ചിലപ്പം ഒരു ലൈനും കാണിക്കും, അല്ലെങ്കിൽ ഒരു ലൈനും കാണിക്കത്തില്ല. അതാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഓക്കെ, ഇതാണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ പ്രക്രിയ കാണിക്കുന്നുണ്ടോ. ബി എന്നുള്ള പോർട്ടിലൂടെ എയർ കയറിയിട്ട് തിരിച്ച് എ എന്നുള്ള പോർട്ടിലോട്ട് തള്ളി നീക്കും പിസ്റ്റണെ. അതാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ. അപ്പോൾ ഒരു എയർ സിലിണ്ടർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പ്രഷർ എനർജിയെ എന്താക്കണം, നമുക്ക് മെക്കാനിക്കൽ എനർജി ആക്കണം. മെക്കാനിക്കൽ എനർജി ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനകത്ത് നടക്കുന്ന പരിപാടി തന്നെ പിസ്റ്റണെ മൂവ് ചെയ്യിക്കുമ്പോഴാണ് അവിടെ ഒരു ചലനം ഉണ്ടാകുന്നത്. ആ ചലനത്തെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ആ ചലനത്തെ നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഒരു ന്യൂമാറ്റിക് സിസ്റ്റം. എയറിനെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു. എഞ്ചിനകത്താണെങ്കിൽ എങ്ങനെയാണ്? ഹൈ പ്രഷർ എയറും ഫ്യൂൽ മിക്സർ വന്നിട്ട് ഇത് കത്തുമ്പോഴുണ്ടാകുന്ന ആ പ്രഷർ മുഖാന്തരമാണ് പിസ്റ്റൺ താഴോട്ട് നീങ്ങി അവിടെ ക്രാങ്ക് ഷാഫ്റ്റ് വഴി നമുക്ക് പവർ കിട്ടുന്നത്. അതാണ് വാഹനങ്ങളിലെ കാര്യം. ഇവിടെ നമ്മൾ എയർ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 5/2 കൺട്രോൾ വാൽവ് ഉപയോഗിക്കുന്നു. 5/2 കൺട്രോൾ വാൽവ് മനസ്സിലായോ? 5/2 കൺട്രോൾ വാൽവ് അഥവാ 5 പോർട്ട് 2 പൊസിഷൻ കൺട്രോൾ വാൽവ്. ഇപ്പോൾ ഡബിൾ ആക്ടിങ് സിലിണ്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 5/2 കൺട്രോൾ വാൽവാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 3/2 കൺട്രോൾ വാൽവ് എന്ന് പറയും. ഇനി നിങ്ങളടുത്ത് ചോദിച്ചാൽ എന്താണ് ഈ 5/2 എന്ന് ചോദിച്ചാൽ, 5 പോർട്ടുകളുണ്ട്. ആ വാൽവിന് 5 പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ 2 പൊസിഷനുകൾ മാറി മാറി വരും. അതുകൊണ്ടാണ് 5 പോർട്ട് 2 പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് 5 പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ? ഇതാണ്ട് SPRAB ഇവ രണ്ടും ആണ്. ഇവ 5 എണ്ണമാണ് 5 പോർട്ടുകൾ എന്ന് പറയുന്നത്. അതിൽ പി എന്ന് പറയുന്നതാണ് ഇൻലെറ്റ് പോർട്ട്. പി എന്ന് പറയുന്നത് ഇൻലെറ്റ് പോർട്ട്, അഥവാ നമ്മൾ എയറിനെ സിലിണ്ടറിൽ നിന്നും കണക്ഷൻ കൊടുക്കുന്ന വാൽവിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സിലിണ്ടറിൽ നിന്നല്ല, എയർ കംപ്രസറിൽ നിന്നും കണക്ഷൻ കൊടുക്കുന്നത് ഈ വാൽവിൻ്റെ പി എന്ന് പറയുന്ന പോർട്ടിലേക്കാണ്. എയും ബിയും എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ 2 എൻഡിലും ഇൻലെറ്റ് ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് സിംഗിൾ ആക്ടിങ്ങിൻ്റെ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് പോകുന്നു. അതുപോലെ ബി എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ബി എന്ന് പറയുന്ന ഇൻലെറ്റ് പോർട്ടിലേക്കും പോകുന്നു. അപ്പോൾ 2 ഇൻലെറ്റ് പോർട്ടുകളുണ്ട്. അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് സിലിണ്ടറിലേക്കുള്ള കണക്ഷനും പി എന്ന് പറയുന്നത് കംപ്രസറിൽ നിന്നും കണക്ട് ചെയ്തേക്കുന്നതുമാണ്. ഇനി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ഇവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഷ് ബട്ടണിൽ നമ്മളൊരു പ്രഷർ ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർക്കിംഗ് പറയുന്നു. ഇപ്പം നോർമൽ സ്റ്റേജിൽ അവിടെ ഇൻലെറ്റിൽ നിന്ന് ഇത് ആദ്യം കാണിച്ചിരിക്കുന്ന പടത്തിനകത്ത് കണ്ടോ, പി എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും എ എന്ന് പറയുന്ന പോർട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന പോർട്ടിലേക്ക് അഥവാ ഇടത്ത് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, എയർ പോകുന്നു. പി എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും ബി എന്ന് പറയുന്ന പോർട്ടിലേക്കാണ് എയർ പോകുന്നത്. അതേസമയം എയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആറിലേക്ക് ആ സിലിണ്ടറിലുണ്ടായിരുന്ന എയർ തിരിച്ചിറങ്ങുന്നു. തിരിച്ച് വീണ്ടും രണ്ടാമത്തെ പൊസിഷൻ കാണിച്ചിരിക്കുന്നത് എന്തുവാണ്, അവിടെ എന്ന് പറയുമ്പോൾ പിയിൽ നിന്നും എയിലേക്ക് എയർ പോകുന്നു. തിരിച്ച് ബിയിൽ നിന്നും ഈ ഇടത്ത് സൈഡിലുണ്ടായിരുന്ന എയർ എസ് എന്ന് പറയുന്ന പോർട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇവിടെ ആറെന്നും എസ് എന്നും കാണിച്ചിരിക്കുന്നത് 2 എക്സോസ്റ്റ് പോർട്ടുകളും എ എന്നും ബി എന്നും കാണിച്ചിരിക്കുന്നത് 2 ഔട്ട്ലെറ്റ് പോർട്ടുകളും പി എന്ന് പറയുന്നത് ഒരു ഇൻലെറ്റ് പോർട്ടുമാണ്. ഇത് 5/2 വാൽവിൻ്റെ സിമ്പലാണ് താഴെ കാണിച്ചിരിക്കുന്നത്, 5/2 വാൽവിൻ്റെ സിമ്പൽ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതാണ് 5/2 വാൽവ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ആദ്യ കണ്ടീഷനിൽ നമ്മൾ പറയുന്നു ഡബിൾ ആക്ടിങ് സിലിണ്ടറിന് 2 എൻഡുകളുണ്ട്, എ എന്നും ബി എന്നും പറയുന്ന 2 എൻഡുകളുണ്ട്, അല്ലെങ്കിൽ 2 ഇൻലെറ്റുകളുണ്ട്. ആ എ എന്നും പറയുന്ന ബി എന്നും പറയുന്ന 2 ഇൻലെറ്റുകളിലേക്ക്
എയറിനെ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്നും എയറിനെ സപ്ലൈ ചെയ്യുമ്പോൾ പിസ്റ്റൺ മറ്റേ സൈഡിലോട്ട് നീങ്ങും. അപ്പോൾ മറ്റേ സൈഡിലുണ്ടായിരുന്ന എയർ വേറൊരു പോർട്ട് വഴി തിരിച്ച് വെളിയിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ. ഇതാണ് 5/2 കൺട്രോൾ വാൽവ്. ഓക്കെ, അതിൻ്റെ സിമ്പലും ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കേട്ട് പടം നോക്കി തന്നെ മനസ്സിലാക്കുക. ഓക്കെ.